ധാരാളം സഹിച്ചിട്ടുണ്ട്. നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. വളരെ വളരെ വലിയ വേദനകൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാകുന്ന സമയത്തൊന്നും ഒരാളും അനുഭവിക്കാത്ത വിധം ഞങ്ങളുടെ പെൺകുട്ടികൾ അനുഭവിച്ചിട്ടുണ്ട്. കന്തപുരം AP വന്നു, നൂരിശ വന്നു, ആര് വന്നു പോയി. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾ അതിന്റെ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്കറിയോ, 2 രാത്രിയും 3 പകലും. എന്നാൽ എൻ്റെ മുന്നിൽ വികാരം വരും. കാരണം എൻ്റെ മുന്നിൽ ആ രക്ഷിതാക്കൾ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കളെയല്ലേ പിടിച്ചു കൊണ്ടുപോയത്? തടവറയിലിട്ടത് 2 രാത്രിയും 3 പകലും എന്തിന്റെ പേരിലായിരുന്നു? എന്തിന്റെ പേരിലാണെങ്കിലും ഇന്ത്യ എന്ന രാജ്യം പിറവ് കൊണ്ടതിന് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഹിജാബിട്ട, നിഖാബിട്ട, തഖിയത്തും നഖിയത്തുമായ മുസ്ലിം പെൺകുട്ടികളെ, 19ഉം 20ഉം വയസ്സുള്ള മുസ്ലിം പെൺകുട്ടികളെ പണ്ഡിതരുടെ നിർദ്ദേശപ്രകാരം ജയിലിൽ കൊണ്ടുപോയി, തടവറയിൽ കൊണ്ടുപോയി അടക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? നിങ്ങൾക്കറിയോ, ഈ കുട്ടികൾക്ക് ഒരു നേരം ആ ദേഹത്ത് ഉടുത്തിരുന്ന വസ്ത്രമല്ലാതെ പല ശാരീരിക അവസ്ഥകൾ സ്ത്രീകൾക്ക് ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഉണ്ടായിട്ട് അതിനുള്ള പ്രിക്വേഷൻസ് പോലും എടുക്കാൻ സമയം കൊടുക്കാതെ കബളിപ്പിച്ച്, നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്കല്ല കൊണ്ടുപോകുന്നത്, അപ്പുറത്തുനിന്ന് വേറെ ക്ലാസ് എടുക്കാൻ കൊണ്ടുപോകാ എന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ വണ്ടി വന്നാൽ കുട്ടികൾ കയറില്ല എന്ന് പേടിച്ചിട്ട് ആ സ്ഥാപനത്തിന്റെ സ്കൂൾ ബസ്സിൽ കയറ്റിയിട്ട് അവിടുന്ന് സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് ശേഷം കുറച്ച് ഇപ്പുറത്ത് വന്ന് വനിതാ പോലീസിനെ കൂടെ കയറ്റി വളാഞ്ചേരി അങ്ങാടിയിലൂടെ വലിച്ചു കൊണ്ടുപോയില്ലേ? ഈ കുട്ടികൾ ബസ്സിൽ കിടന്ന് കരഞ്ഞില്ലേ? ഇതൊക്കെ ആരുടെ പറയാ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് വാഫി വഫിയ സംവിധാനം പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നൊരു ഉത്തരം എന്താണെന്നറിയോ? ഇവര് കരഞ്ഞപ്പോ, ഈ പെൺകുട്ടികൾ കരഞ്ഞപ്പോ ഒരാള് കൂടെ നിന്നത് പാണക്കാട്ട് വലിയ തങ്ങളാണ്. ഞങ്ങൾ പാണക്കാട് പോയി മുനവർ അലി ശിഹാബ് തങ്ങളോട് സംസാരിച്ചു, സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് സംസാരിച്ചു. മുനവർ അലി ശിഹാബ് തങ്ങളും സാദിഖ് അലി തങ്ങളും വളരെ അസ്വസ്ഥരായി. ഫോൺ എടുത്ത് വിളിക്കേണ്ടവരൊക്കെ വിളിച്ചു, പറയേണ്ടവരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ പെൺകുട്ടികളാണ് വിട്ടുതരണമെന്ന് പറഞ്ഞു. പക്ഷെ നിർവാഹം ഉണ്ടായില്ല. എന്തെന്നറിയോ? അതിനേക്കാൾ വലിയ വിളി പോയി, വിടരുതെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ആരോടാ പറയാ? ആ കുട്ടികൾ പഠിച്ചു, മാർക്ക് വാങ്ങി, റാങ്ക് വാങ്ങി. അതിന്റെ കണക്കാണ് നേരത്തെ മുഹമ്മദ് വാഫി ഉസ്താദ് പറഞ്ഞത്. ഇത് ക്രൂരമായ ആക്രമണം നടന്നിട്ടുണ്ട്, അതിക്രൂരമായ ആക്രമണം നടന്നിട്ടുണ്ട്. ഏതു കാലഘട്ടത്തിലാണെങ്കിലും ശരി പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്ത് എങ്ങനെ പിളർന്നാലും എത്ര ചിന്ന ഭിന്നമായി പോയാലും നമ്മുടെ പെൺകുട്ടികളുടെ അതിക്രമം കാണിക്കാൻ നമുക്കാർക്കും ഇനി തോന്നാതിരിക്കട്ടെ. ഇങ്ങനെ അതിക്രമം കാണിക്കാനുള്ള ഒരു കുബുദ്ധി നമ്മുടെ ആരുടെയും മനസ്സിലുദിക്കാതിരിക്കട്ടെ.